ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലൈസിയം അക്കാഡമി ഓഫ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന കാറ്റഗറി 3 നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ 80 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്നത്, ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ and AB is the diameter. OA equal to 5 centimeters, PB equal to 2 centimeters. The length of the chord CD ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 71ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 8 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത് 72ാമത്തെ ചോദ്യം, A, B, C, D are points on the circle with the center O. Angle AOB equal to 86 degree. Then the measure of angle ADB. അപ്പോൾ 72ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത് 73ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഈസ് ദ സ്മോളസ്റ്റ്? 6/7, 3/4, 7/8, 5/6. ഇതിൽ ഏറ്റവും ചെറുത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ 3/4. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQT ഈസ് 18 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ PST ഈസ് 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം PQRS ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 74ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 50 സ്ക്വയർ സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. AB and AC are tangents to the circle. Angle AOAC is equal to 20 degree. Then the measure of the angle CDB. CDBയുടെ മെഷറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 75ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് 70 ഡിഗ്രി. ഓക്കെ, അടുത്ത ചോദ്യം 76ാമത്തെ ക്വസ്റ്റ്യൻ, the a square of side 5 centimeters and 4 isosceles triangle of base 5 centimeters and height 8 centimeters are to be put together to make a square pyramid. How many square centimeters of paper is needed? 76ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 105 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത് 77ാമത്തെ ചോദ്യം, the first term of an arithmetic sequence is 50 and the common difference is -1. The sum of the first 101 terms of the sequence is dash. അപ്പോൾ 77ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി 0 ആണ്. അടുത്ത് 78ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ടു നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, xy ഈസ് ഈക്വൽ ടു 112 ആൻഡ് x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 9. ദെൻ എക്സ് പ്ലസ് വൈ ഈസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 78ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 23 ആണ്. അടുത്ത ചോദ്യം 79, വിച്ച് among the following fractions is in between 3 and 4 in the given number line? അപ്പോൾ ഓപ്ഷൻ എ 7/2, ഓപ്ഷൻ ബി 7/4, ഓപ്ഷൻ സി 7/5, ഓപ്ഷൻ ഡി 7/6. അപ്പം 79ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 7/2. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ 2 parallel chords are drawn in a circle of radius 5 centimeters. The lengths of the chords are 8 and 6 centimeters. The distance between the chords is 80ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 7 centimeters. അടുത്ത് 81ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ PQRS ഈസ് 28 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് and the area of triangle PSM is 10 square centimeters. The area of triangle MQR എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 4 സ്ക്വയർ സെൻറ്റിമീറ്റർ. അടുത്ത 82ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ AB ഈസ് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ആംഗിൾ AMB, angle ADB, angle ACB are in arithmetic sequence. Angle ACB is equal to 63 degree
Then the measure of angle AMB. AMB എന്ന് പറയുന്ന ആംഗിളിന്റെ മെഷറാണ് കണ്ടുപിടിക്കേണ്ടത്. 82ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 117 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം 83ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Which among the following isosceles triangles cannot be a lateral face of a square pyramid? അതിൽ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം which among the following are the factors of the polynomial 4x² minus 16x plus 15? 84ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 85ാമത്തെ ചോദ്യം the fraction to be added to x² minus 8/7x plus 5/49 to make it a perfect square. ഇതിന്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി 11/49 ആണ്. 86ാമത്തെ ക്വസ്റ്റ്യൻ a metallic sphere of radius 6 centimeters is melted and recast into a cone of radius 3 centimeters and height 12 centimeters. The number of such cones that can be made is 86ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ സി 8 ആണ്. അടുത്ത 87ാമത്തെ ക്വസ്റ്റ്യൻ The sides of a rectangle are parallel to the coordinate axis. The coordinates of its opposite vertices are ordered pair -2, and ordered pair 3, -1. The coordinates of the other vertices are 87ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഓർഡേർഡ് പെയർ -2, -1 ആൻഡ് ഓർഡേർഡ് പെയർ 3, 2. അടുത്ത 88ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് the ratio of lengths of sides of the given triangle. 88ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത 89ാമത്തെ ക്വസ്റ്റ്യൻ one is asked to say a 2-digit number. What is the probability of it being a perfect square? 89ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 1/15 ആണ്. അടുത്ത ചോദ്യം 90ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. In the figure, which part of the square ABCD is the shaded square? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് 90, ആൻസർ ഡി ആണ് 1/16. അടുത്ത 91ാമത്തെ ചോദ്യം in the figure PQR is an equilateral triangle. QR is equal to 2 meters. The area of the square ABRD is 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 3 square centimeters ആണ്. 92ാമത്തെ ചോദ്യം from the given set of numbers which set is ordered from greatest to lowest? 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 93 the perpendicular from the square corner of a right triangle cuts the opposite side into 2 parts of 3 and 4 centimeters length. The length of the perpendicular is 93ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് 2√3 centimeters. അടുത്ത ചോദ്യം the decimal form of 1/5 plus 1/5² plus 1/5³ ഇതിന്റെ ഡെസിമൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. 94ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 95 the length of 2 perpendicular sides of a right triangle is 5 centimeters and 12 centimeters. The radius of the circumcircle of the triangle is 95ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 96ാമത്തെ ചോദ്യം in the polynomial p of x equal to 4x² plus 24x plus 11, what number is p of 1/2 plus p of -1/2? 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 24. അടുത്ത 97ാമത്തെ ചോദ്യം the picture shows a square drawn sharing one corner with a right triangle and the other 3 corners on the sides of this triangle. The area of the square is
97ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. അടുത്ത ചോദ്യം 98ാമത്തെ ചോദ്യം, ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ആർ ഇൻ ദ റേഷ്യോ 7:4. ദ ലെങ്ത് ഈസ് 15 meters മോർ ദാൻ ബ്രെഡ്ത്ത്. ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഈസ്. 98ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 35 meters. അടുത്ത ചോദ്യം 99, ടു റൈറ്റ് ട്രയാങ്കിൾസ് ആൻഡ് എ സ്ക്വയർ ആർ ജോയിൻഡ് ടുഗദർ. ദ പെരിമീറ്റർ ഓഫ് ദ ജോയിൻഡ് ഫിഗർ. ഈ ഫിഗറിന്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. 99ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, 3 + 3√3 meters ആണ്. അടുത്ത ചോദ്യം 2x + 3y - 18 is equal to 0 is an equation of a line. Pick out the equation of a line which is perpendicular to 2x + 3y - 18 is equal to 0. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 3x - 2y - 10 is equal to 0. അടുത്ത ചോദ്യം 101ാമത്തെ ചോദ്യമാണ്. 101ാമത്തെ ചോദ്യം, ഫ്രം എ ബാങ്കിൾ ഓഫ് റേഡിയസ് 4 centimeters, a piece is cut out and made a ring of radius 1/2 centimeters. What is the central angle of the piece cut out? അപ്പോൾ 101ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 45 ഡിഗ്രി. അടുത്ത 102ാമത്തെ ചോദ്യം, ഇൻ എ ക്ലാസ് there are 30 girls and 20 boys. In another class there are 20 girls and 25 boys. One student is to be selected from each class. The probability of at least one girl being selected. അപ്പോൾ 102ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം 103ാമത്തെ ചോദ്യം, the base radii of two cylinders are in the ratio 3:4 and the heights are in the ratio 4:3. What is the ratio of their volumes? അപ്പോൾ 103ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം 104ാമത്തെ ചോദ്യം, if x - 1/x = 3, then what is x² + 1/x²? 104ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 11 ആണ്. 105, a class has 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice that of the boys. How many girls and boys are there in the class? അപ്പോൾ 105ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 24, 20 ആണ്. അടുത്ത 106ാമത്തെ ചോദ്യം, the lengths and diagonals of a rhombus are 10 centimeters and 24 centimeters. The perimeter of the rhombus. 106ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 52 സെന്റിമീറ്റേഴ്സ്. അടുത്ത 107ാമത്തെ ചോദ്യം, the equation of a circle is x - 6 the whole square plus y - 4 the whole square is equal to 25. Which among the following is not a point on the circle? അപ്പോൾ 107ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഓർഡേഡ് പെയർ 10,4 ആണ്. അടുത്ത ചോദ്യം, in the figure O is the center of the circle and AB is a diameter. Angle COB is equal to 50 degree. Then the measure of angle CAB. ആംഗിൾ സി എ ബിയുടെ മെഷറാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 25 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം 109ാമത്തെ ചോദ്യം, the sum of the 8th and 13th term of an arithmetic sequence is 124. The sum of the first 20 terms of the arithmetic sequence. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 1240 ആണ്. അടുത്ത 110ാമത്തെ ചോദ്യം, in the figure ABC is a right triangle. If sin A is equal to 12/13, then cos A is dash. 110ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത 111ാമത്തെ ചോദ്യം, a hemisphere of surface area 36 pi square centimeters is cut through the diameter. What is the surface area of each piece? അല്ലെ, ഇപ്പൊ 111ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 112ാമത്തെ ചോദ്യം, a quarter of a circular sheet of paper is rolled up to make a cone.
വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ബേസ് റേഡിയസ് ആൻഡ് സ്ലാൻ ഹൈറ്റ് ഓഫ് ദ കോൺ? അപ്പോൾ 112ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, the sum of the first 9 terms of an arithmetic sequence is 225. The fifth term of the sequence is dash. 113ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 25 ആണ്. 114ാമത്തെ ക്വസ്റ്റ്യൻ, in the figure the height of the equilateral triangle is 3√3 centimeters. The perimeter of the triangle. ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. 114ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം 115. In the figure, the length and breadth of the larger rectangle are 10 meters and 6 meters. What is the perimeter of the smaller triangle? 115ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത 116ാമത്തെ ക്വസ്റ്റ്യൻ, the sum of the internal angles of the regular polygon in the figure is. ഇതിന്റെ ഇന്റേണൽ ആംഗിൾസിന്റെ സമ്മാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 116ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 117. The length of a side of the square in the picture is 2 meters. The area of the unshaded region. 117ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. Which among the following statement is not correct? അപ്പോൾ 4 ഓപ്ഷൻസ് വായിക്കാം. In any square, the perimeter is 4 times the length of a side. In any square, the ratio of the length of a side to the perimeter is 1:4. The length of a side and area of a square are scaled by the same factor. The perimeter of a square varies proportionally as the length of the side. 118ാമത്തെ ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. 119. The equation of the circle with the center ordered by 6,4 and passing through the point ordered by 6,9 is 119ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത് 120. What number is x if mod x plus 3 is equal to mod x minus 4? 120ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത് 121ാമത്തെ ചോദ്യം മുതലാണ്. 121 നമുക്ക് നോക്കാം. Which of the following can be an example of irrational numbers? 4 ഓപ്ഷൻസ് വായിക്കാം. Diagonal of a square of side 6 cm. Hypotenuse of a right triangle with perpendicular sides 6 cm. Height of an isosceles triangle with equal sides 6 cm. Height of an equilateral triangle of side 6 cm. അപ്പോൾ 121ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. Which of the following is a definition? Option A, sum of the angles of a quadrilateral is 2 right angles. If the vertices of a quadrilateral are points on a circle, then it is a cyclic quadrilateral. Opposite angles of a cyclic quadrilateral are supplementary. 2 plus pi is an irrational number. 122ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 123. Which of the following is not a function of the mathematics club in school? 123ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 124. Which of the following is known as Meru Prasthara by Pingala? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 124 ആൻസർ ഓപ്ഷൻ ബി ആണ്. Which of the following learning objective is related to psychomotor domain? 125ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത 126ാമത്തെ ചോദ്യമാണ്. 126. Which is the advocate of social constructivism? 126ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 127. The learning that involves looking back at something, a past experience or ideas, and critically analyzing is. 127ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. Which of the following statement is mainly related to action research in mathematics classes? 128ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. It is conducted by teachers in school situation.
129. AB and CD are two chords of a circle intersecting at a point P inside the circle. To prove PA into PB is equal to PC into PD, we can use the idea of 129. Answer option B, congruent triangles ആണ്. 130. For finding the incenter of a triangle, the teacher should help the students to draw 130. Answer A, bisectors of angles. 131. ചോദ്യം. A good teacher of mathematics in high school classes mainly proceed from. Answer A, particular to general. 132. ചോദ്യം. The consistency with which a test measures what it intends to measure is. 132. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, റിലയബിലിറ്റി. 133. The theory of sets was developed by the mathematician. 133. ആൻസർ ഓപ്ഷൻ സി ആണ്, ജോർജ് കാൻഡൽ. 134. Which of the following is not a special characteristic of a gifted student in mathematics? 134. ആൻസർ ഓപ്ഷൻ സി ആണ്, patient with details that he think are not important. 135. ചോദ്യം. In triangle ABC, M is the midpoint of BC and G is the midpoint of the intersection of the medians. To find GM, the teacher can explain that G divides AM in the ratio. 135. ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 136. A student wrote 2 raised to 100 divided by 2 is equal to 2 raised to 50. This error is mainly due to the lack of knowledge in. 136. ആൻസർ ഓപ്ഷൻ എ ആണ്, ലോ ഓഫ് എക്സ്പോണൻസ്. 137. Which of the following is not an audio-visual teaching aid? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 137 ബി. 137 ബി, റേഡിയോ. 138. Originality and creativity of ideas in mathematics can be developed through. Answer option C, brainstorming ആണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. ചോദ്യം. Which of the following is an example of polynomial? Polynomial എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രോഡക്റ്റ് ഓഫ് ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ. 140. The man who knows infinity, a life of the genius Ramanujan, is the biography of the Indian mathematician Srinivasa Ramanujan, written by. 140. ആൻസർ ഓപ്ഷൻ സി ആണ്, റോബർട്ട് കാനിക്കർ. 141. എക്സാമ്പിൾ ഫോർ ഫോർമേറ്റീവ് അസസ്മെന്റ്. 141. ആൻസർ ഓപ്ഷൻ സി ആണ്, എക്സാമ്പിൾ ഫോർ ഫോർമേറ്റീവ് അസൈൻമെന്റ് ആണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി, ഇൻ ക്ലാസ് ഡിസ്കഷൻ. 142. The tangents to a circle from a point are of equal length. The most important prerequisite to prove this result is. 142. ആൻസർ ഓപ്ഷൻ എ ആണ്, പൈതഗോറസ് തിയറം. 143. ഡേവിഡ് പി ഓസ്ബൽ ഈസ് അസോസിയേറ്റഡ് ടു ദ ടീച്ചിങ് മോഡൽ. 143. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അഡ്വാൻസ് ഓർഗനൈസർ. അടുത്ത ചോദ്യം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിംഗ് ലെസൺസ് ഇൻ മാത്തമാറ്റിക്സ് ഈസ്. 144. ആൻസർ ഓപ്ഷൻ എ ആണ്, ഐഡന്റിഫൈങ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്. Laboratory method of teaching is mostly suited for. Answer C ആണ്, deriving the formula for surface area and cone. 146. Which of the following is not a concept of describing any instructional model? 146. ആൻസർ ഓപ്ഷൻ സി ആണ്. 147. Heuristic method of learning mathematics was advocated by. ആൻസർ ഡി, ആംസ്ട്രോങ് ആണ്. ഓക്കെ,
147 കഴിഞ്ഞ് 148 Which of the following is not mainly related to evaluation in the teaching learning process? 148 ആൻസർ ബി ആണ്. Focus only on single aspect of subject matter. 149 ചോദ്യമാണ്. Consider the statement all isosceles triangles with equal base and the third vertex on a line parallel to the base. Which of the following is not always related to this? 149 ആൻസർ ഓപ്ഷൻ സി ആണ്. Triangles are with the same perimeter. Which of the following is mainly related to the utilitarian value of teaching mathematics? Okay. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. Providing the basics of mathematical skills which are essential for occasional purpose. Okay. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ 80 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ എഴുതിയ ആൻസേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുക, നിങ്ങളെ മാർക്സ് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഫൈനൽ കീ വരുമ്പോൾ നിങ്ങൾ ആ മാർക്കും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.